NK പ്രേമചന്ദ്രൻ MP ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ NK പ്രേമചന്ദ്രൻ, ഒരുപക്ഷെ താങ്കൾക്കും വ്യക്തിബന്ധമുണ്ടാകും, ഒരുമിച്ച് സംസാരിക്കാനുള്ള അല്ലെങ്കിൽ കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒട്ടേറെ അവസരങ്ങൾ അദ്ദേഹവുമായി ലഭിച്ചിരിക്കും. പലപ്പോഴും പലരും അദ്ദേഹത്തെ ആക്സിഡന്റൽ PM എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചിട്ടുണ്ട്. ആ പഴി അദ്ദേഹം കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ആക്സിഡന്റൽ PM ആയിരുന്നില്ല. ഒരുപക്ഷെ രാജ്യം കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാളെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുമെന്ന് നമുക്ക് പറയാം ഈ ഘട്ടത്തിൽ. രാജ്യം കണ്ട ഏറ്റവും പ്രഗത്ഭനായ പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നത് നിസ്തർക്കം സമർത്ഥിക്കാൻ കഴിയും. കാരണം രാജ്യം ഒരു ഘട്ടത്തിൽ 1990കളുടെ തുടക്കത്തിൽ ഗുരുതരമായ ധനപ്രതിസന്ധിയെ നേരിട്ട ഘട്ടത്തിൽ ആ ധനപ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ കൈപിടിച്ചുയർത്തിയ ഭരണകർത്താവായിരുന്നു ധനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ്. അതിനുശേഷം 2004 മുതൽ 2014 വരെ UPA ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിയായി അദ്ദേഹം ചുമതല വഹിച്ചിരുന്ന കാലഘട്ടത്തിൽ ഘടനാപരമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതിന്റെ പേരിൽ ഗുരുതരമായ വിമർശനം കേട്ട അതേ മൻമോഹൻ സിംഗിന്റെ ഭരണകാലയളവിലാണ് ഏറ്റവും ജനോപകാരപ്രദമായിട്ടുള്ള സാമ്പത്തിക നടപടികൾ സ്വീകരിച്ചത് എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകം സ്മരണീയമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് തൊഴിലുറപ്പ് നിയമം, വിവരാവകാശ നിയമം, വിദ്യാഭ്യാസാവകാശ നിയമം, വനാവകാശ നിയമം തുടങ്ങിയവ പ്രാവർത്തികമാക്കിയതും ഡോക്ടർ മൻമോഹൻ സിംഗ് 10 വർഷക്കാലം പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ്. സത്യത്തിൽ വിവരാവകാശ നിയമത്തിലൂടെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്ത്, ശക്തി കൂടുതൽ ദൃഢീകരിക്കപ്പെട്ടത്. അതുപോലെ തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയാം തൊഴിലുറപ്പ് നിയമം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുന്നിൽ കണ്ടുകൊണ്ട് നടപ്പാക്കിയ പദ്ധതി രാജ്യം കണ്ട ഏറ്റവും വലിയ ജനകീയ പദ്ധതികളിലൊന്നായി ഇപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസ അവകാശം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ മൗലികാവകാശമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള പുരോഗമനപരമായ ജനകീയമായ നിരവധി നടപടികളിലൂടെ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് മാനവികതയുടെ മുഖം നൽകിക്കൊണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെയും ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയും കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റിത്തീർത്തതിൽ നിസ്തുലമായ സംഭാവന നൽകിയ ഭരണാധികാരിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നുള്ളത് ആദരവോടുകൂടി ഈ അവസരത്തിൽ അനുസ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീ NK പ്രേമചന്ദ്രൻ.